നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റേഷണലൈസേഷൻ ആണ്. എങ്ങനെ റേഷണലൈസ് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എപ്പോഴും നമ്പർ സിസ്റ്റത്തില് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റേഷണലൈസേഷൻ. ഓക്കെ, അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി if 3 plus root 2 by 3 minus root 2 equal a plus b into root 2. ഓക്കെ, 9th ക്ലാസ്സിൽ മിക്കപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതേപോലെ എയും ബിയും ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എങ്ങനെ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമുക്ക് എന്താ ഈ ഡിനോമിനേറ്ററിലുള്ള ഈ ഒരു വാല്യൂ, അതായത് ഈ റൂട്ട് വാല്യൂവിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം ഈസി ആയിട്ട്? 3 plus root 2 by 3 minus root 2. നമുക്ക് 3 minus root 2നെയാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഓക്കെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഡിനോമിനേറ്റർ ഇവിടെ എന്താണ് കിടക്കുന്നത്? 3 minus root 2 ആയതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 plus root 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇപ്പൊ എന്താ കിട്ടുക? ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് 3 minus root 2 into 3 plus root 2 ആയി ഡിനോമിനേറ്റർ. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഐഡന്റിറ്റിയോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് a minus b into a plus b, അതായത് എന്ത് കിട്ടും? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ a ആരാണ്? 3. b ആരാണ്? റൂട്ട് 2. ഓക്കെ, 3യുടെ സ്ക്വയർ എന്താണ്? 9. ആൻഡ് റൂട്ട് 2ന്റെ സ്ക്വയർ എന്താണ്? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറയുന്നത് റൂട്ട് 4 ആണ്. റൂട്ട് 4 എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പൊ 9 മൈനസ് 2 എന്ത് കിട്ടും? 7 കിട്ടും. അപ്പൊ ഡിനോമിനേറ്ററിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്തെന്ന് കിട്ടും? 7. ഓക്കെ, ഇനി നമുക്ക് കിട്ടേണ്ടത് ന്യൂമറേറ്റർ ആണ്. ന്യൂമറേറ്റർ എന്തെങ്കിലും ഐഡന്റിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് 3 a plus b into a plus b ഫോമിലാണ് കിടക്കുന്നത്. മനസ്സിലായോ? അതായത് a plus b the whole square. അതായത് a plus b the whole square എന്ന് പറഞ്ഞാൽ എന്താണ്? a square plus 2ab plus b square ആണ്. ഓക്കെ, ഇവിടെ എന്താണ് കിടക്കുന്നത്? 3 plus root 2 the whole square ആണ്. 3 plus root 2 the whole square എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ആരാണ്? 3 ആണ്. 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ആരൊക്കെയാണ്? 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 3, ബി എന്ന് പറയുന്നത് ആരാണ്? റൂട്ട് 2 ആണ്. പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ആരാണ്? റൂട്ട് 2ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും വാല്യൂ? 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു റൂട്ട് 2 എന്ന് പറയുന്നത് 6 റൂട്ട് 2 ആണ്. 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു റൂട്ട് 2 6 റൂട്ട് 2 തന്നെയാണ്. പ്ലസ് റൂട്ട് 2ന്റെ സ്ക്വയർ എന്താണ്? നേരത്തെ പറഞ്ഞ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറയുന്നത് റൂട്ട് 4 ആണ്. ഓക്കെ, റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ നമ്പേഴ്സ് എന്ന് പറയാൻ 9ഉം 2ഉം മാത്രമേ ഉള്ളൂ. 9 പ്ലസ് 2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 11 കിട്ടും. 11 പ്ലസ് 6 റൂട്ട് 2. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 11 പ്ലസ് 6 റൂട്ട് 2 ആണ്. മനസ്സിലായോ? ഈ 11 പ്ലസ് 6 റൂട്ട് 2 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? a പ്ലസ് ബി ഇൻറ്റു റൂട്ട് 2 ആണ്. ഇതിൽ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്കിവിടെ കിട്ടിയത് 11 പ്ലസ് 6 റൂട്ട് 2 ബൈ 7 ആണ് കിട്ടിയത്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് 11 ബൈ 7 എന്നും പ്ലസ് 6 റൂട്ട് 2 ബൈ 7 എന്നും എഴുതിക്കൂടെ? ഓക്കെ,
ഇവിടെ എ എന്ന് പറയുന്നത് ആരാണ്? 11/7 ബി എന്ന് പറയുന്നത് ആരാണ്? 6/7 ആണ്. കാര്യം ബിയുടെ കൂടെ ഒരു √2 ഉണ്ട്. അപ്പൊ √2 ഇനി എടുക്കേണ്ട കാര്യമുണ്ടോ? √2 ഇനി എടുക്കേണ്ട കാര്യമില്ല. 6/7 ഇൻറ്റു √2 ആണ് ബി √2 എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് റേഷണലൈസേഷൻ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? താങ്ക് യു.